നായകനായും വില്ലനായും എല്ലാം മലയാളികൾക്ക് പ്രിയങ്കരനായ നടനാണ് ദേവൻ. ഏറ്റവും സുന്ദരനായ വില്ലൻ എന്നാണ് ഒരു കാലത്ത് ദേവനെ വിശേഷിപ്പിക്കപ്പെട്ടത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്കു ഭാഷകളിലും ദേവൻ പരിചിതനാണ്. ഇപ്പോഴിതാ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ദേവൻ തന്റെ വിവാഹത്തെക്കുറിച്ചും ഭാര്യയുടെ മരണത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നു. ഞങ്ങളുടേത് ഒരു പ്രണയ വിവാഹമൊന്നുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവൻ തുടങ്ങുന്നത് തന്നെ. സംവിധായകൻ രാമു കരിയാട്ട് ദേവന്റെ അമ്മാവനാണ്. അമ്മാവന്റെ മകളാണ് സുമ. ആ വിവാഹത്തെക്കുറിച്ച് ദേവൻ സംസാരിച്ചു തുടങ്ങി. എന്റെ അമ്മാവന്റെ മകളാണ് സുമ. ഞങ്ങൾ തമ്മിൽ പ്രണയമോ മറ്റു ബന്ധങ്ങളോ ഒന്നുമില്ല. അങ്ങനെയിരിക്കെ അമ്മാവനാണ് അമ്മയോട് പറഞ്ഞത് സുമയെ ദേവനെ കൊണ്ട് കെട്ടിക്കാമെന്ന്. അമ്മയ്ക്കും അച്ഛനും വലിയ സന്തോഷമായി. ഞാനന്ന് മദ്രാശിയിലായിരുന്നു. എന്നെ വിളിച്ച് ഉടനെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. വിവാഹം കഴിപ്പിക്കാനാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ ജീവിതം അടിച്ചു പൊളിക്കണമെന്നൊക്കെയായിരുന്നു. അപ്പോഴേക്കും സുമയുടെ അമ്മാവന്മാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ വന്നു. 5 അമ്മാവന്മാരായിരുന്നു സുമയ്ക്ക്. എന്നെപ്പോലൊരു തെണ്ടിക്ക് നമ്മുടെ മോളെ കൊടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ ചട്ടമ്പിത്തരമൊക്കെ നടത്തി കേസൊക്കെ ഉള്ളവനാ, കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു അമ്മാവന്മാർ പറഞ്ഞത്. എതിർപ്പുകൾ വന്നപ്പോൾ എനിക്ക് സന്തോഷമായെങ്കിലും സുമയുടെ അഭിപ്രായം കൂടെ അറിയാമെന്നു കരുതി ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്തു. അന്ന് സുമ സെന്റ് മേരീസിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അമ്മാവന്മാരെല്ലാം ചേർന്ന് നമ്മുടെ കല്യാണക്കാര്യം സംസാരിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്നാണ്. നിന്റെ അഭിപ്രായം എന്താണ് എന്ന് മാത്രം ചോദിച്ചുകൊണ്ടാണ് കത്തെഴുതിയത്. അവൾ അത് പൊട്ടിച്ചുപോലും നോക്കാതെ അവളുടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. പേടിച്ചതുകൊണ്ടാണ് പൊട്ടിച്ചുപോലും നോക്കാതെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തത്. അമ്മമാരും പൊട്ടിച്ചു നോക്കാതെ അത് പ്രണയലേഖനമാണെന്ന് ഉറപ്പിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മാവൻ ആശുപത്രിയിലായത്. ആശുപത്രിയിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ എന്തുകൊണ്ടാണ് മകൾക്ക് വേണ്ടി ആലോചിച്ചത് എന്ന് പറഞ്ഞു. എന്റെ സത്യസന്ധതയാണ് കാരണമെന്നറിഞ്ഞപ്പോൾ ഞാനും ഇമോഷണലായി. ആ സമയത്ത് അദ്ദേഹം തീരെ വയ്യാതെ കിടക്കുകയുമാണ്. എങ്കിൽ പിന്നെ ഇത് തന്നെ നടന്നോട്ടെ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. 4 വർഷം മുൻപാണ് അവൾ എന്നെ വിട്ടുപോയത്. അവൾക്ക് ഐസ്ക്രീം അലർജിയായിരുന്നു. ചെന്നൈയിലുള്ളപ്പോൾ ഒരിക്കൽ ഐസ്ക്രീം കഴിച്ച് ശ്വാസതടസ്സമൊക്കെ ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്. ഇനിയൊരിക്കലും ഐസ്ക്രീം കഴിക്കരുത്, ഏത് ബ്രാൻഡിന്റെയാണെങ്കിലും കഴിക്കരുത്. അത് ശരീരത്തിന് സെറ്റാവുന്നില്ല എന്ന് ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു. മകളും കുഞ്ഞും വീട്ടിൽ വന്നിരുന്നു. അവർക്ക് നൽകാൻ ഐസ്ക്രീം എല്ലാം വാങ്ങിയിരുന്നു. ഭക്ഷണം കഴിച്ച് അവരെല്ലാം പോയതിനു ശേഷം സുമ ഐസ്ക്രീം കഴിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങി. തറയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് വീട്ടിൽ നിൽക്കുന്ന ആളെന്നെ വിളിച്ചു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവൾ പോയി, ദേവൻ പറഞ്ഞു.